തുടങ്ങിയവരെയൊക്കെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ കാസിം ഹരിക്കൂർ INL, ഫ്രെയിമിൽ ഇറങ്ങി പറയണേ. പ്രിയ സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ, ഈ മഹാറാലിയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന 5 മണ്ഡലങ്ങളിലുള്ള നമ്മുടെ സ്ഥാനാർത്ഥികൾ ഈ വേദിയിൽ സന്നിഹിതരാണ്. നമ്മുടെ കോഴിക്കോട് നിന്നുള്ള മന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ AK ശശീന്ദ്രൻ, അദ്ദേഹത്തെ എലത്തൂർ മണ്ഡലത്തിൽ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇന്ത്യൻ യുവത്വത്തിന്റെ ആവേശമായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ PA മുഹമ്മദ് റിയാസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ മുൻ മേയർ കൂടിയായിട്ടുള്ള സഖാവ് തോട്ടത്തിൽ രവീന്ദ്രനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുന്ദമംഗലത്തെ കഴിഞ്ഞ 3 ടേമിലായി നമ്മുടെ MLA ആയി ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബഹുമാനിയായ PTA റഹീം, അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് INL നേതാവായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. പക്ഷേ ഒരിക്കൽ കൂടെ നമ്മുടെ ഈ കേരളത്തെ വികസനത്തിന്റെ സുവർണ വീഥിയിലൂടെ കൈപിടിച്ച് നയിക്കുന്ന, നമ്മുടെ ഈ നാടിന് താങ്ങും തണലുമായി ആത്മവിശ്വാസം നൽകി ആവേശത്തോടെ ഈ നാടിനെ നയിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ LDFന്റെ ഇവിടുത്തെ അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള സൗ മാധവേട്ടനോട് അഭ്യർത്ഥിക്കുന്നു. വേദിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഒരു പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ LDF സംഘടിപ്പിച്ച ഈ മഹാറാലി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കേരള LDF മന്ത്രിസഭയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങളാണ്. ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തെരഞ്ഞെടുപ്പ്
ആരംഭിച്ചത് മുതൽക്ക്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് മുതൽക്ക് ഇന്ന് വരെ കാണുന്ന വലിയ തോതിലുള്ള ജനങ്ങളുടെ തള്ളിക്കയറ്റമാണ്. LDF വേദികള് എല്ലായിടത്തും ഇതുപോലെ കടപ്പുറം കിട്ടില്ല. ഇവിടെ മൈതാനികളിപ്പോൾ വളരെ ചുരുക്കമാണ്. എത്ര വിസ്തൃതിയുള്ള സ്ഥലമായാലും അവിടെ ഇനി ആളുകൾ ഇങ്ങോട്ട് കടക്കല്ലേ, ഇവിടെ ആള് നിറഞ്ഞുപോയി എന്ന് സംഘാടകർ വിളിച്ചു പറയുന്ന അവസ്ഥയാണ്. ഏതെങ്കിലും ഒരിടത്തല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരം ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് LDFന്റെ ജനകീയ അടിത്തറ വളരെ വിപുലമായിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെതായ വെപ്രാളം പറയുന്നത്. പക്ഷെ LDFനെ എത്രമാത്രം സ്വീകാര്യതയോടെ ജനങ്ങൾ കാണുന്നു എന്നതിന്റെ ഉത്തമമായ ഉദാഹരണമായാണ് ഈ ഒരു ജനങ്ങളുടെ ആവേശത്തെ കാണാൻ നമുക്ക് കഴിയും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളാകെ ഇവിടെ വലിയൊരു മാറ്റം വേണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മാറ്റം ശരിയായ രീതിയിലായോ എന്നും മറ്റും വിലയിരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നതുകൊണ്ട് സ്വാഭാവികമായും നമുക്ക് കേരളീയർക്ക് കേരളത്തിന്റെ ഭാവി എങ്ങനെ വേണം എന്നതടക്കം തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പായതിനാൽ അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. പക്ഷെ നാം കാണേണ്ടത് നമ്മൾ കാണുന്നത് പോലെയോ ചിലപ്പോൾ അതിനേക്കാളും പ്രാധാന്യത്തോടെയോ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ വൻപിച്ച പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. അതിന് ഇടയാക്കിയത് നമ്മുടെ ദേശീയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ തന്നെയാണ്. ഇപ്പൊ രാജ്യത്ത് മതനിരപേക്ഷത നമ്മുടെ രാജ്യം അംഗീകരിച്ചത്. പക്ഷെ ആ മതനിരപേക്ഷത തകർക്കാനുള്ള ഹീനമായ ശ്രമം വലിയ തോതിലാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇതിന് കാരണം മതനിരപേക്ഷത ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത RSSും സംഘപരിവാറും അവര് നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ നേതൃത്വം അംഗീകരിക്കുന്ന ഭരണ നേതൃത്വമാണ് ഇന്ന് കേന്ദ്ര സർക്കാരിനുള്ളത്. അപ്പൊ ആ കേന്ദ്ര സർക്കാർ തന്നെ സ്വീകരിക്കുന്ന പല നടപടികളും മതനിരപേക്ഷതയെ തകർക്കാൻ സഹായിക്കുന്നുണ്ട്. മതനിരപേക്ഷത ഉറപ്പു നൽകുന്ന ഭരണഘടനയെയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭാഗം. അതേസമയം മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷ വിഭാഗത്തും ന്യൂനപക്ഷ വിഭാഗത്തുമുള്ള മഹാഭൂരിപക്ഷം ജനങ്ങൾ. അപ്പൊ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇവിടെ മതനിരപേക്ഷത പുലരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി മതനിരപേക്ഷതയെ തകർക്കുന്നതിനെതിരായുള്ള പ്രസ്ഥാനങ്ങൾ ചെറുതും വലുതുമായി രാജ്യത്ത് വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്.
ഇവയെല്ലാം രാജ്യത്ത് മതനിരപേക്ഷത സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഇടതുപക്ഷത്തെയാണ് പ്രത്യാശയോടെ ഈ വിഭാഗം ഉറ്റുനോക്കുന്നത്. ഇന്ന് രാജ്യത്തിന്റെ ചിത്രം നോക്കിയാൽ ഒരു സംസ്ഥാനം മാത്രമാണ് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് ഉള്ളത്. അതാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. ഇതുകൊണ്ട് തന്നെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം രാജ്യത്താകെ ഈ തെരഞ്ഞെടുപ്പിനെ അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. അവര് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനങ്ങളുടെ ഭാവിയും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവും പരസ്പരം ബന്ധമുണ്ട് എന്നുവരെ ആ വിഭാഗം ചിന്തിക്കുകയാണ്. നമ്മുടെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ മതനിരപേക്ഷത തകർക്കാൻ ശ്രമിക്കുമ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്നവരെല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകണമല്ലോ. അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ അനുഭവത്തിൽ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന പല പാർട്ടികൾക്കും കഴിയുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് കോൺഗ്രസ് ഒരു കാലത്ത് രാജ്യത്തെ വലിയ പാർട്ടിയായിരുന്നു. ഇപ്പോഴും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളൊരു പാർട്ടിയാണ്. പക്ഷേ മതനിരപേക്ഷതാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വർഗീയതയോട് സ്വീകരിക്കാൻ ഒരു ഘട്ടത്തിലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ അനുഭവം, രാജ്യത്തിന്റെ അനുഭവം. എല്ലാ ഘട്ടത്തിലും വർഗീയതയുമായി സമരസപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി അവർ സ്വീകരിച്ച നിലപാട് രാജ്യത്ത് മതനിരപേക്ഷത തകർക്കാൻ വ്യത്യസ്ത മാർഗങ്ങൾ സംഘപരിവാർ സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ചില പ്രത്യേക അടയാളങ്ങൾ, ചില പ്രത്യേക പ്രതീകങ്ങൾ എല്ലാം അവർ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. പ്രത്യേകമായ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. ഒരു ഘട്ടത്തിൽ നാം കഴിക്കുന്ന ഭക്ഷണം എന്താകണം, ആ പ്രശ്നം വലിയൊരു വർഗീയ പ്രശ്നമായിട്ടാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. അത്തരമൊരു പ്രശ്നം വന്നപ്പോൾ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾക്ക്, ഇടതുപക്ഷത്തിന്, കേരളത്തിലെ LDF ഗവൺമെന്റിന് ഒരാശയക്കുഴപ്പമുണ്ടായില്ല. കൃത്യമായി അതിന് എതിർത്തുപോയി. പക്ഷേ കോൺഗ്രസിന് കഴിഞ്ഞോ? കോൺഗ്രസ് രാജ്യത്താകെ കോൺഗ്രസിന്റെ പ്രാമാണികരായ നേതാക്കന്മാർ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നവരോടൊപ്പം നിന്നുകൊണ്ട് ആ വാദഗതിക്ക് നല്ല പിന്തുണ ലഭിക്കത്തക്ക വർത്തമാനങ്ങൾ പറയുകയായിരുന്നു, അതിന് പിന്തുണ നൽകുകയായിരുന്നു. അപ്പോ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ വർഗീയത ബോധപൂർവം ഉയർത്താൻ വേണ്ടി വർഗീയ ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുന്ന സമീപനം പല ഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകും. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ ജനങ്ങളിൽ ഉണ്ടാക്കിയൊരു പ്രശ്നമാണ് പൗരത്വ നിയമ ഭേദഗതി. ആ പ്രശ്നം വന്നപ്പോ ഇവിടെ
LDFന് യാതൊരു സംശയം ഉണ്ടായില്ല, LDF ഗവൺമെന്റിന് സംശയം ഉണ്ടായില്ല. LDF ഗവൺമെന്റ് നേരെ പ്രക്ഷോഭ മാർഗത്തിലേക്ക് തന്നെ തിരിഞ്ഞു. പക്ഷേ പ്രതിപക്ഷത്തോട് പറഞ്ഞു, ഇത് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നിന്ന് നിൽക്കാമല്ലോ, നമുക്ക് ഒന്നിച്ച് പ്രതിഷേധിക്കാം, അവരാലോചിക്കട്ടെ എന്ന് പറഞ്ഞു. KPCC യോഗം ചേർന്ന് ആലോചിച്ചു. എന്നിട്ട് അവർ തീരുമാനിച്ചു, ഈ കാര്യത്തിൽ യോജിച്ച പ്രക്ഷോഭം വേണ്ട. BJPയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. അത്തരമൊരു ഘട്ടത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് സ്വീകരിച്ച തെറ്റായ നടപടിക്കെതിരെയുള്ളൊരു യോജിച്ച പ്രക്ഷോഭം എന്തേ വേണ്ടെന്ന് വെക്കാൻ? LDFന് പ്രക്ഷോഭം നടത്താൻ UDFന്റെ സഹായവും സഹകരണവും ആവശ്യമില്ല. പക്ഷേ ഒന്നിച്ച് പ്രക്ഷോഭം നടത്തുമ്പോഴുള്ളൊരു കരുത്തില്ലേ, അതിനാണ് നമുക്ക് ഒന്നിച്ച് നടത്തിക്കൂടെ എന്ന് പറഞ്ഞത്. പക്ഷെ അവർക്ക് ഈ കാര്യത്തിൽ BJP ഉയർത്തുന്ന മുദ്രാവാക്യത്തെ ഒന്നിച്ചെന്ന് എതിർക്കാൻ തയ്യാറില്ല. ഇതിപ്പോ പറയാൻ കാരണം, നമ്മുടെ കേരളത്തില് LDF സർക്കാർ ആ സമയത്ത് തന്നെ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ പൗരത്വ ഭേദഗതി നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. അത് ചെറിയ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി നിയമം നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിലർ ചോദിച്ചു. ഞങ്ങളിവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മറ്റു ചിലരും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങള് ഈ നിയമം നടപ്പാക്കാൻ പോവുകയാണ്. അപ്പോ LDF സർക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കി, ഞങ്ങൾ ഏതായാലും അതിവിടെ നടപ്പാക്കില്ല. ഇങ്ങനെയെല്ലാമുള്ളൊരു അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം പരസ്യമായി പറഞ്ഞതായ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. എന്താണ്? പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പൂരിപ്പിക്കേണ്ട ഫോറം പൂരിപ്പിക്കുന്നതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തകർ സഹായിക്കും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്ത് എന്ന് ആലോചിക്കുന്നതിന് മുൻപ് ആ മണ്ഡലത്തിനൊരു പ്രത്യേകത നമ്മൾ കാണണം. ആ മണ്ഡലമടക്കം 3 മണ്ഡലങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് BJP സ്ഥാനാർത്ഥികളില്ല. ഇത് യാദൃശ്ചികമായി തള്ളിപ്പോയതാണ് എന്ന് കണക്കിലെടുക്കാൻ സാഹചര്യങ്ങൾ ഒന്നും അനുവദിക്കുന്നില്ല. ചില ബോധപൂർവമായ കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പൊ ഒരു തരത്തിലുള്ള ഗൗരവമായ സംശയം അതിലുയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ആ ഘട്ടത്തിലാണ് അവിടെ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി ഇത് BJPയുടെ സ്ഥാനാർത്ഥിത്വം തള്ളുന്നതിന് മുൻപ് തന്നെ BJPക്ക് കൂടി സ്വീകാര്യമായ അടയാളങ്ങളോടുകൂടി പരസ്യമായി ഗുരുവായൂരിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ ഒരാൾക്ക് BJPക്ക് കൂടി സ്വീകാര്യമാകുന്ന പൊതു അടയാളങ്ങൾ സ്വീകരിക്കാൻ എങ്ങനെ കഴിഞ്ഞു? അത് BJPയെ പ്രീണിപ്പിക്കുക, BJPയുടെ വോട്ട് വാങ്ങുക എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോ ഇദ്ദേഹം കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഞങ്ങള് നിയമസഭ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയതാണ്. ആ പ്രമേയത്തെ
പിന്താങ്ങിയ ആളാണ് ഇദ്ദേഹം. കാരണം ഐക്യകണ്ഠേനയാണ് ആ പ്രമേയം അംഗീകരിച്ചത്. ആ നിയമസഭാംഗം ഇപ്പോ പരസ്യമായി പറയാണ്, ഞങ്ങള് ഫോറം പൂരിപ്പിക്കാൻ സഹായിക്കുന്നത്. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ നിലപാടല്ലേ അദ്ദേഹം പറയുന്നത്? എങ്ങനെ ഇന്ത്യൻ മുസ്ലിം ലീഗിൽ ഇങ്ങനെയൊരു നിലപാട് വന്നു? ഇവിടെ നേരത്തെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഒരു കേരളതല യോജിപ്പ് കോൺഗ്രസ്, ലീഗ്, UDF, BJP ഇവ തമ്മിലുണ്ട് എന്ന്. അതിന്റെ എല്ലാം ഭാഗമായിട്ടാണല്ലോ ഇത്തരത്തിലൊരു പ്രസ്താവന വരുന്നത്. ഇത് ലീഗിന്റെ നിലപാട്, UDFന്റെ നിലപാട്, ഇതാണ് നാം കാണേണ്ടത്. മതനിരപേക്ഷതയ്ക്ക് എത്രമാത്രം ആപത്തുണ്ടാക്കുന്നുവെന്ന്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങാൻ കഴിഞ്ഞു. എങ്ങനെയാ അക്കൗണ്ട് തുടങ്ങാനായത്? ഞങ്ങളന്ന് പറഞ്ഞു, നേമത്ത് ഒത്തുകളിയാണ്, UDF വോട്ട് മറിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അന്ന് ഇവരാരും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇപ്പൊ ഇവർക്ക് തള്ളി പറയാൻ പറ്റുമോ? അവരെല്ലാരും സമ്മതിക്കല്ലേ? BJPയുടെ ജയിച്ച സ്ഥാനാർത്ഥി, BJP നേതാവ്, അദ്ദേഹം പറയുന്നു, കോൺഗ്രസ്സുകാർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണ്, ഇത്തരം പ്രാദേശിക നീക്കുപോക്കുകൾ ശരിയാണ്, ഇനിയും അത് തുടരും, ഇതിന്റെ ഗുണം BJPക്കാണ്. ഇത്രയും അദ്ദേഹം പറഞ്ഞു വെച്ചു. അന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സ്ഥാനാർത്ഥി പരസ്യമായി പറയാണ്, കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒരു ഘട്ടമായപ്പോൾ രംഗത്തുണ്ടായില്ല. അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞു, ഇവരെ കാണുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല. പോളിംഗ് ദിവസം ഈ പ്രവർത്തകരാകെ BJPയോടൊപ്പം വോട്ടെണ്ണി കോൺഗ്രസ് വോട്ട് കാണാനില്ല, UDF വോട്ട് കാണാനില്ല. കോൺഗ്രസിന് വലിയ ശക്തി ഉണ്ട് എന്ന് കാണുന്ന ഒരു മണ്ഡലമാണ്, വോട്ട് കാണാനേ ഇല്ല. അതിനെക്കുറിച്ച് UDF യോഗം ചർച്ച ചെയ്തു, അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾ ഒരു വീട്ടിൽ ഒത്തുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്തു, ചിലത് കൈമാറി. ഇങ്ങനെ കോൺഗ്രസ് വോട്ടുകളാകെ BJPക്ക് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ പേര് നടപടി വേണം എന്ന കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഒരു നടപടി എടുത്തില്ല. എല്ലാം എന്തിനു വേണ്ടി? തൊട്ടപ്പുറത്തെ ഒരു മണ്ഡലത്തില് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വരാൻ വേണ്ടി. നമ്മുടെ കേരളത്തിന്റെ ചരിത്രം തിരുത്തി BJPക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള അവസരം ഒരുക്കിയ അവസരവാദ നിലപാട്, ഈ വർഗീയ ശക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായി. ഇതിപ്പോ പരസ്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നാം തിരിച്ചറിയണം. കോൺഗ്രസിന്റെ നില നോക്കണം. കോൺഗ്രസും BJPയും തമ്മിലുള്ള അതിർവരമ്പ് നേർത്തു പോവുകയാണല്ലോ. പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്, നേരത്തെ പറഞ്ഞു തന്നെയാണ്. മതനിരപേക്ഷതയെ സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കണം. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അത് കഴിയുന്നില്ല. ഇപ്പൊ കോൺഗ്രസ് എന്ന വലിയ പാർട്ടി, രാജ്യത്തെ വലിയ പാർട്ടി, ഇന്നെന്താ അവസ്ഥ? ഇവിടെ ചിലര് ഒരു പ്രചരണമായിട്ട് വന്നു. ആ പ്രചരണമായിട്ട്
അവർക്ക് നല്ല ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ പിന്നെ വരിക BJP ആണ്. കോൺഗ്രസ് ഇല്ലാതായി പോയാൽ BJP ആവും. അതുകൊണ്ട് കോൺഗ്രസിനെയും UDF-നെയും ജയിപ്പിക്കൽ പ്രധാനമാണ്. ഈ വാദഗതിക്കാർക്ക് മറ്റൊരു ഉദ്ദേശമാണ്. പക്ഷെ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമുണ്ടല്ലോ. കേരളത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. കേരളത്തിൽ മാത്രമാണല്ലോ BJP-യെ പ്രതിരോധിച്ച് നിൽക്കുന്നത്. ആ പ്രതിരോധം കോൺഗ്രസ് ആണോ UDF ആണോ? ആ പ്രതിരോധം ശക്തമായി ഉയർത്തിയിട്ടുള്ളത് ഇടതുപക്ഷവും LDF-ഉം അല്ലേ? LDF അല്ലേ അതിന്റെ പ്രധാന ശക്തി സ്രോതസ്? നാടിനാകെ അറിയാവുന്ന കാര്യമല്ലേ അത്? അത് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വളരെ വാശിയോടെയാണല്ലോ എല്ലാ പാർട്ടികളുടെയും പ്രവർത്തകർ പ്രവർത്തിക്കുക. സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വീറോടെ പ്രവർത്തിക്കുകയാണല്ലോ. കോൺഗ്രസിന്റെ അവസ്ഥ ആലോചിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച് കോൺഗ്രസ് MLA ആവുന്നില്ല. ജയിച്ചാൽ നേരെ BJP MLA ആവുകയാണ്. എന്തൊരു നാണക്കേടാണെന്ന് നോക്കണം. ഇപ്പോ ഗോവയിൽ അതല്ലേ സംഭവിച്ചത്? ഗോവയിലെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. പാർലമെന്ററി ജനാധിപത്യ നടപടിക്രമം അനുസരിച്ച് ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശവാദം പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട് ആ പാർട്ടിക്ക്. പക്ഷെ പറ്റിയോ? ജയിച്ചു വന്ന MLA-മാര് കോൺഗ്രസ് ആവണ്ടേ? അവർ നേരെ BJP ആയി. അവരെ വെച്ചാണ് അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കിയത്. ഇതല്ലേ മണിപ്പൂര്? ഇതല്ലേ മധ്യപ്രദേശ്? ഇതല്ലേ കർണാടകയിൽ? ഇതല്ലേ നമ്മുടെ മാഹിയിൽ തുടങ്ങുന്ന പോണ്ടിച്ചേരിയിൽ ഇപ്പൊ അവസാനം കണ്ട്? ത്രിപുരയിലെ നിയമസഭാ പാർട്ടി ആകെ കോൺഗ്രസിന്റേത്, BJP ആകില്ലേ നേരത്തെ ചെയ്തത്? രാജ്യത്താകെ കാണുന്ന ചിത്രമല്ലേ ഇത്? ഇവിടെ കേരളത്തിലും ചെറിയ തോതിൽ തുടങ്ങിയല്ലോ. BJP ആകുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിക്കുന്നവര് KPCC തന്നെ നേതാക്കന്മാരുണ്ടായല്ലോ. KPCC ഭാരവാഹികളിൽ നിന്ന് BJP ആകുന്നതല്ല സ്വീകരിച്ചല്ലോ. പക്ഷേ മറ്റൊരു മാറ്റവും വരുന്നു. കോൺഗ്രസ് വർഗീയ പ്രീണന നയം തുടരുന്നു. കോൺഗ്രസിനോടൊപ്പം നിൽക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ച് LDF-നോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്ന പഴയ കോൺഗ്രസ് നേതാക്കൾ വരുന്നു. PC ചാക്കോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട നേതാവാണ്. ഇപ്പൊ ഇവിടെ ശ്രീ സുരേഷ് ബാബു, വയനാട്ടില് റോസക്കുട്ടി ടീച്ചർ, ഇങ്ങനെ പല പ്രധാനികളും KPCC-യുടെ പ്രധാനികളായിരുന്നവര് കോൺഗ്രസിന്റെ വർഗീയ പ്രീണന നയത്തോടൊപ്പം യോജിച്ചു പോകാൻ കഴിയില്ല എന്ന നിലപാടെടുക്കുകയാണ്. എന്നാൽ കോൺഗ്രസിന് തിരുത്താൻ കഴിയുന്നുണ്ടോ? അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് BJP-യെ പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ അത് കൃത്യമായി കഴിയുന്നത് ഇവിടുത്തെ LDF-ന് മാത്രമാണ്. കാരണം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ഇവിടെ RSS-ന്റെ
ആക്രമണത്തിന് വിധേയമായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ആളുകളുടെ നേരെ നോക്കിയാൽ മതി. എന്താണ് പ്രതിരോധത്തിന്റെ കരുത്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പ്രതിരോധത്തെ ദുർബലപ്പെടുത്താനാണ് ആ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇവിടെ നടന്നിരുന്നത്. അതാണ് LDF. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് തൽക്കാലം 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവസരവാദപരമായ നിലപാട് സ്വീകരിക്കാൻ UDF തയ്യാറാകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ അധികാരത്തിലേറ്റുമ്പോൾ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയിരുന്നു. ഒന്ന്, നാടിന്റെ മുരടിപ്പ് അവസാനിക്കണം. ഒന്നും നടക്കില്ല എന്ന നിലയാണ് ഇവിടെ. ഏതായാലും ആ നിരാശാജനകമായ അവസ്ഥ മാറിയിട്ടുണ്ട്. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ചിന്തിച്ചവരെല്ലാം ഇവിടെ പലതും നടക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ കൺമുന്നിൽ തെളിവുകൾ 16 നമ്മുടെ റോഡുകളുടെ അവസ്ഥ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ഇപ്പോ തീരദേശമെന്നോ മലയോരമെന്നോ ഗ്രാമമെന്നോ നഗരമെന്നോ ഉള്ള വ്യത്യാസമില്ല. എല്ലായിടങ്ങളിലെയും റോഡ് അതിമനോഹരമായി കിടക്കുന്നു. സ്കൂളുകൾ എന്തൊരു മാറ്റമാണ്. 16 സ്കൂളാണോ ഇപ്പൊ കാണുന്നത്? ലോകോത്തര നിലവാരമുള്ള സ്കൂളല്ലേ ഇപ്പൊ കാണുന്നത്? സ്കൂളിലേക്ക് കടന്നു ചെല്ലുന്ന കുഞ്ഞുങ്ങളുടെ മനമങ്ങ് കുളിരില്ലേ? ഹൈടെക് സ്കൂൾ, സ്മാർട്ട് ക്ലാസ് റൂം, എല്ലാം ലോകോത്തര നിലവാരം. LDF പറയുന്നത് ഇതിവിടെ നിന്നാൽ മതിയോ? ഇവിടുന്ന് ഇനിയും ഉയരണ്ടേ? ആ ഉയർച്ച എങ്ങനെ LDF കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു. ഈ കുഞ്ഞുങ്ങള് ഇപ്പോ അതിവിശിഷ്ടമായ വിജ്ഞാനമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ അക്കാദമിക് നിലവാരം ഉയരുകയാണ്. അപ്പൊ അവരെ സ്വീകരിക്കാൻ പറ്റുന്നൊരു വിജ്ഞാന സമൂഹം നമുക്ക് വേണം. അവര് സെക്കൻഡറി തലം കഴിഞ്ഞങ്ങ് ചെല്ലുമ്പോൾ അതിനു പറ്റിയ ഉന്നത വിദ്യാഭ്യാസ മേഖല വേണം. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചു വാർക്കുകയാണ്. ഇന്ന് പലതരം ഇല്ലായ്മകളുണ്ട്. അത് മുഴുവൻ മാറ്റി തീർക്കുകയാണ്. ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി മാറുന്നു. സ്വാഭാവികമായും വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത അതിന് വരും. ആദ്യഘട്ടമായി പ്രധാന യൂണിവേഴ്സിറ്റികൾക്ക് 125 കോടി രൂപ, അല്ലാത്തവർക്ക് 75 കോടി രൂപ ആദ്യമേ അനുവദിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ആവശ്യം പോലെ ചെയ്യും. ഏതായാലും നാട് വികസിക്കുന്നു, കേരളം മാറുന്നു. ആ മാറ്റത്തിനനുസൃതമായ ഒരു വിദ്യാഭ്യാസ മേഖല നമുക്ക് വേണം. എങ്കിലേ നാടിന്റെ പുരോഗതി വീണ്ടും സാധ്യമാക്കാൻ നമുക്ക് കഴിയും. അതിന് പണം തടസ്സമാകാൻ പറ്റില്ല എന്ന് തന്നെയാണ് LDF കാണുന്നത്. ഇത് എവിടെയെത്തും? കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നിടത്തെത്തും. കേരളം ഇന്ന് ഗവേഷണം നടക്കുന്നത് ചെറിയ തോതിലാണ്. ഒരു ഗവേഷണ സമൂഹം ഇവിടെ ഉണ്ടാവും. അത് സമൂഹത്തിന്റെ വികാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വ്യാപകമായി ഗവേഷണം നടത്തപ്പെടും. ഗവേഷകര് സമൂഹവുമായി വലിയ തോതിൽ സംവദിക്കുന്നതിന് വരും. 500 പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് തന്നെ അനുവദിക്കും. എല്ലാം ലോകോത്തരമായ തലത്തിലേക്ക് മാറും. ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളുടെ നിലവാര പട്ടികയിൽ ചുരുക്കം എണ്ണത്തിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ ഉണ്ടാവും. ലോകതലത്തിൽ
ആദ്യത്തെ 100-ൽ നമ്മുടെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാകും. ഇപ്പോ നമ്മുടെ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും പോയി പഠിക്കുകയാണ്. ഇത് തിരിച്ചു സംഭവിക്കും. കേരളത്തിലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം കേട്ടറിഞ്ഞ് കേരളത്തിന് പുറത്തുള്ളവരും രാജ്യത്തിന് പുറത്തുള്ളവരും കേരളത്തിൽ വന്ന് പഠിക്കാൻ തയ്യാറാണ്. നമ്മുടേതുപോലൊരു നാട് ആരും കൊതിക്കില്ല ഇവിടെ വന്ന് പഠിക്കാൻ. എന്തൊരു പ്രകൃതി മനോഹാരിത, എത്രമാത്രം മിതമായ കാലാവസ്ഥ, ജീവിക്കാൻ ഇതുപോലെ സമാധാനപൂർണമായ ഒരു നില, ക്രമസമാധാനം ഭദ്രമായ ഒരിടം, സംസ്കാര സമ്പന്നമായ ജനത, ആരും കൊതിക്കുന്ന നാട് ഇവിടെ ജീവിക്കാമെന്ന്. അപ്പോ നമ്മുടെ നാടിനെ വല്ലാത്തൊരു തലത്തിലേക്കാണ് ഈ മാറ്റം ഉയർത്തുക എന്നാണ് LDF കാണുന്നത്. ഇതൊരു ഭാഗം. നമ്മുടെ ആരോഗ്യമേഖല ഇന്നത്തെ അവസ്ഥയിൽ ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും അതിന്റെ നേർസാക്ഷികളാണ്. ഇപ്പൊ കോവിഡ് ലോകത്തെ പല വികസിത രാഷ്ട്രങ്ങളെയും തളർത്തിക്കളഞ്ഞു, വിറങ്ങലിച്ചു വീണു കോവിഡിന്റെ മുന്നിൽ. നമുക്കൊരു പതർച്ചയുണ്ടായില്ല. ശരിയായ പ്രതിരോധം നമ്മൾ തീർത്തു. എന്താ അതിന്റെ ഫലം? ഇന്ന് കോവിഡ് ബാധിക്കാത്തവർ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സംസ്ഥാനത്താണ്. 90% പേർക്ക് കോവിഡ് ഇവിടെ ബാധിച്ചിട്ടില്ല. നമ്മുടെ പ്രതിരോധം എത്ര ശരിയായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. തുറന്നു കരുതൽ വേണം കേട്ടോ. കാരണം പ്രതിരോധം ബാധിച്ചില്ല എന്ന് പറയുമ്പോൾ ബാധിക്കാൻ സാധ്യതയുള്ളവരിവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ആ പ്രതിരോധമാണ് നമ്മളെ ബാധിക്കാതിരുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ യോഗങ്ങൾ വലിയ ആൾക്കൂട്ടമല്ലേ കാണുന്ന എല്ലാ യോഗത്തിലും. ആ യോഗത്തിൽ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കൃത്യമായി മാസ്ക് ധരിച്ചിട്ടുണ്ട്. മാസ്ക് ധരിക്കാത്തവർ എന്നത് കാണുന്നേയില്ല. അങ്ങനെ ഒരു മാറ്റം പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഒരു ജാഗ്രത പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതോടൊപ്പം ലോകം നമ്മളെ ആശ്ചര്യത്തോടെ നോക്കുകയാണ്, അത്ഭുതാതരങ്ങളോടെയാണ് നോക്കുന്നത്. എന്തേ? ലോകത്ത് ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണ നിരക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ഇതവരെ ആശ്ചര്യപ്പെടുത്തുകയാണ്. നമ്മുടെ ആർദ്രം മിഷനിലൂടെ നമ്മുടെ ആരോഗ്യ മേഖലയുടെ നിലയൊക്കെ മാറ്റിയല്ലോ. നേരത്തെ ആരോഗ്യ മേഖല എന്തായിരുന്നു? ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, മരുന്നില്ല. ഇപ്പോഴെല്ലാം ഉണ്ട്. രോഗീ സൗഹൃദം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കുടുംബാരോഗ്യ കേന്ദ്രമായി, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ പലതരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വന്നു. ഇവിടെ മതിയോ? ഇതുപോരാ എന്നാണ് LDF പറയുന്നത്. ഇവിടുന്ന് ഇനിയും ഉയരണം. എങ്ങോട്ട്? നമുക്കറിയാം, ലോകത്തിന്റെ പല കേന്ദ്രങ്ങളിൽ വലിയ ലോകോത്തര നിലവാരമുള്ള ചില ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. വിദഗ്ധ ചികിത്സക്ക് പലരും തേടിപ്പോകുന്ന ചില കേന്ദ്രങ്ങൾ. നമ്മുടെ ആരോഗ്യ മേഖല ഏത് രീതിയിൽ വളരാനും ഇപ്പോൾ സജ്ജമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ലോകോത്തര ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ കേരളത്തിൽ വേണം എന്നാണ് LDF കാണുന്നത്. ഇത് ഹെൽത്ത് ടൂറിസം ശക്തിപ്പെടുത്തും. രോഗികളായവർ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന വലിയൊരു പ്രദേശമായി കേരളത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അതും ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത്തരമൊരവസ്ഥയിലേക്ക് മാറണം എന്നാണ് LDF കാണുന്നത്. നമ്മുടെ നാട് തൊഴിൽ പ്രശ്നം ഗൗരവമായി നിൽക്കുന്ന ഒരു നാടാണ്. അഭ്യസ്തവിദ്യരായ ധാരാളം പേർക്ക് തൊഴിലില്ല.
ഇതില് മാറ്റം വേണമെന്ന് നാട് ആഗ്രഹിക്കുന്നു. ഇപ്പോ ഈ അവസ്ഥ മാറ്റും എന്ന് LDF പറഞ്ഞിരിക്കുന്നു. അടുത്ത 5 വർഷം കൊണ്ട് ഈ തൊഴിൽ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. എങ്ങനെ? ഇപ്പൊ തന്നെ സർക്കാർ സ്വീകരിച്ചു വരുന്ന ചില നടപടികളുണ്ട്. 16 നമ്മുടെ കേരളം വലിയ തോതിലുള്ള അഴിമതി കുപ്രസിദ്ധിയാർജിച്ച ഒരു സംസ്ഥാനമായിരുന്നു. ലോകത്താകെയുള്ള മലയാളികൾ വല്ലാതെ നാണം കെട്ടുന്നു. എന്റെ നാടിങ്ങനെയായിപ്പോയല്ലോ. ഇപ്പോഴോ രാജ്യം വിവിധ സംസ്ഥാനങ്ങളിലെ അഴിമതിയുടെ നിലവാരം കണക്കാക്കുന്നു. എന്നിട്ട് രാജ്യം തന്ന സാക്ഷ്യപത്രം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്നാണ്. ഇത് രാജ്യതലത്തിലുള്ള പേര് മാത്രമല്ല, ഈ യശസ് രാജ്യാന്തര തലത്തിൽ വരികയാണ്. കാരണം ലോകത്ത് അഴിമതിയില്ലാത്ത പ്രദേശങ്ങൾ വിരളാണ്. അപ്പൊ ഇന്ത്യയിൽ കേരളം എന്നൊരു സംസ്ഥാനം അഴിമതിയില്ല പോലും എന്ന് ലോകമാകെ അറിയാൻ അതിന്റെ ചില പ്രത്യേകതകൾ വരുന്നുണ്ട്. വൻകിട ബഹുരാഷ്ട്ര കമ്പനികളിൽ ചിലത്. എന്നാൽ നമുക്ക് അവിടെ ഒരു നിക്ഷേപമായാൽ എന്താ എന്നാലോചിക്കുക. എന്തുകൊണ്ടാ? അഴിമതി ഇല്ലാത്തടത്ത് ഒരു പ്രോജക്റ്റിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവരുന്ന തുക മുഴുവനായും ആ പ്രോജക്റ്റിൽ നിക്ഷേപിക്കാം. അഴിമതി ഉണ്ടെങ്കിലോ അത് പല വഴിക്ക് പോകും. ആ പ്രശ്നം ഉണ്ടാവില്ല അഴിമതി ഇല്ലാത്തടത്ത്. ചിലർ വന്നു, ചിലർ അന്വേഷണത്തിലാണ്. അപ്പോ മെഗാ പ്രോജക്റ്റുകൾ വരും. 10,000ങ്ങൾക്ക് തൊഴിലവസരം ഒരുക്കാൻ പറ്റുന്ന തരത്തിലുണ്ടായി. അതോടൊപ്പം LDF കൃത്യമായി പറഞ്ഞിരിക്കുന്നു, കേരളത്തിന്റെ വ്യാവസായിക വികസനത്തിന് 10,000 കോടി രൂപ ഈ അടുത്ത 5 വർഷം ചെലവഴിക്കുമെന്ന്. അതിന്റെ ഭാഗമായി വരുന്ന വലിയ വൻകിട പദ്ധതികൾ, ചില പദ്ധതികൾ ഇപ്പൊ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 10,000ങ്ങൾക്ക് തൊഴിലവസരവും ലഭിക്കും. ഇതോടൊപ്പം നമ്മുടെ നാട്ടിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ വലിയ തോതിൽ വികസിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരമുണ്ട് അതിന്റെ ഭാഗമായി. അതോടൊപ്പം തന്നെ അവയെ കൂടുതൽ വികസിപ്പിക്കും എന്ന് LDF പറഞ്ഞിരിക്കുകയാണ്. അതിലൂടെയും ലക്ഷങ്ങൾക്ക് തന്നെ തൊഴിലവസരം ഉണ്ടാക്കാൻ കഴിയും. പരമ്പരാഗത വ്യവസായ മേഖലയിൽ ശക്തമായ ഇടപെടലാണ് LDF സർക്കാർ നടത്തിയത്. തുടർന്നും ഈ മേഖലയിൽ തൊഴിലവസരം വർദ്ധിപ്പിക്കും എന്ന് LDFന്റെ പ്രകടന പത്രിക വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഇതോടൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു പങ്ക് വഹിക്കാനുണ്ട്. കോവിഡിന്റെ സമയമായതുകൊണ്ട് നേരത്തെ പ്രഖ്യാപിച്ചൊരു പദ്ധതി നടപ്പാക്കാനായില്ല. ഇപ്പോ ഏപ്രിൽ തൊട്ട് നടപ്പാക്കണം എന്ന് ഗവൺമെന്റ് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്താണ്? ജനസംഖ്യാനുപാതികമായി തൊഴിൽ നൽകലാണ്. 1000-ന് 5 പേർക്ക് തൊഴിൽ. എത്രയാണോ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ജനസംഖ്യ, അത്രയും തൊഴിൽ ആനുപാതികമായി നൽകണം. ഒരു വർഷം, എല്ലാ വർഷവും നൽകണം. ഇത് പ്രയാസമുള്ള കാര്യമല്ല. നല്ല രീതിയിൽ തൊഴിലവസരം വർദ്ധിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം ഈ തൊഴിൽ സംരംഭങ്ങൾ വരുമ്പോൾ ഒരുതരം മസിൽ പിടുത്തം ചിലയിടത്തുണ്ട്. അതങ്ങ് മാറും. ഇത് നാടിന് ആവശ്യമാണ്, തൊഴിലവസരം വർദ്ധിപ്പിക്കേണ്ടതാണ് എന്ന ഒരു ആരോഗ്യകരമായ സമീപനം സ്വാഭാവികമായി തന്നെ ഇതിന്റെ ഭാഗമായി വളർന്നു വരികയും ചെയ്യും. ഇതിപ്പോ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയാണ്. ഇതിനു പുറമെ കോവിഡ് നമ്മുടെ മുന്നിൽ തന്ന ഒരവസരമുണ്ട്. അത് കോവിഡ് വന്നപ്പോ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിനു മുൻപ് IT മേഖല ലോകത്തിലെ
ഭീമന്മാരെന്ന് പറയുന്ന കമ്പനികളുണ്ട്. അവരിൽ ചിലർ ഇങ്ങോട്ട് വരികയാണ്. ചിലർ വന്ന് തുടങ്ങുന്ന അടുത്തെത്തിക്കഴിഞ്ഞു. വലിയ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലാണ് അവർ നൽകുക. അപ്പൊ അവരുടെ സൈറ്റ് ഇവിടെ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്, അവരുടെ ക്യാമ്പസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരം ഉറപ്പുവരുത്തക്ക രീതിയിലാണ് നമ്മുടെ IT വികസനം നടക്കുന്നത്. IT വികസന കാര്യത്തിൽ എറണാകുളത്തെ ഒരു സൈബർ വാലിയാക്കി മാറ്റും എന്ന് LDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം വലിയ തോതിൽ IT മേഖല വികസിക്കുകയാണ്. എല്ലാ സ്ഥലത്തും കൂടുതൽ സ്ഥാപനങ്ങൾ വരികയാണ്. ഇതിന്റെ കൂടെ സ്റ്റാർട്ടപ്പുകൾ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സംവിധാനം കേരള സംസ്ഥാനമാണ് എന്ന് രാജ്യം സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സഹായവും പിന്തുണയും. UDFന്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പാണ്, ഇപ്പോഴത് 4000-ആണ്. എന്നാൽ LDF പറയുന്നത് 15,000 സ്റ്റാർട്ടപ്പുകളിലേക്ക് എത്തിക്കുമെന്നാണ്. ഇതൊരു പുതിയ രീതിയാണ്. നമ്മുടെ ചെറുപ്പക്കാര് പഠനം കഴിഞ്ഞ് തൊഴിൽ തേടിപ്പോവുകയല്ല, തൊഴിൽ ദാതാക്കളായി മാറുക. പഠിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വലിയ മാറ്റം തൊഴിൽ രംഗത്ത് അതിന്റെ ഭാഗമായി സംഭവിക്കുന്നു. ഇതിനു പുറമെയാണ് കോവിഡ് നൽകിയ സൗകര്യം. ഈ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന കൂറ്റൻ കെട്ടിടം, അവിടെ ഇപ്പോ ആളില്ല. ഉണ്ടെങ്കിൽ വിരലുണ്ടാവുന്നവരെയുള്ളൂ. എല്ലാവരും വീട്ടിൽ നിന്നാ ജോലി, വർക്ക് ഫ്രം ഹോം. എല്ലാവരും പൊരുത്തപ്പെട്ടിരിക്കുന്നു, തൊഴിലെടുക്കുന്നവരും തൊഴിൽ ദാതാക്കളും. അപ്പോൾ സർക്കാർ ആലോചിച്ചത് നമ്മുടെ കേരളത്തിൽ ഇതൊരു അവസരമായിട്ട് എടുത്തുകൂടെ എന്നാണ്. കാരണം ഇവിടെ അഭ്യസ്തവിദ്യരായ ധാരാളം ആളുകൾ തൊഴിലില്ലാതെ വീട്ടിലുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. നേരത്തെ തൊഴിലെടുത്തവരും ഇപ്പൊ തൊഴിലെടുക്കാത്തവരായിട്ട് ചിലരുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ തൊഴിൽ വേണ്ടെന്ന് വെച്ചു, കുഞ്ഞു പറഞ്ഞപ്പോ തൊഴിൽ വേണ്ടെന്ന് വെച്ചു, പല കാരണങ്ങളാൽ തൊഴിൽ വേണ്ടെന്ന് വെച്ചവരുണ്ട്. ചില പ്രൊഫഷനുകൾ തൊഴിലില്ലാതെ നിൽക്കുന്നുണ്ട്. സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പോർട്ടൽ സർക്കാർ തുറക്കും. ആ പോർട്ടലില് തൊഴിൽ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ പേര്, വിദ്യാഭ്യാസ യോഗ്യത, മറ്റു വിവരങ്ങളെല്ലാം വെച്ച് രജിസ്റ്റർ ചെയ്യും. അതേസമയം സർക്കാർ തന്നെ ലോകത്തുള്ള തൊഴിൽ ദാതാക്കളെ ബന്ധപ്പെടും. അവരും ഈ പോർട്ടലിന്റെ ഭാഗമായി വരും. ഉദാഹരണത്തിന് ഒരു കമ്പനി 300 പേരെ തൊഴിലെടുക്കുന്നു വിചാരിക്കുക. അപ്പോൾ കമ്പനി പോർട്ടലിനെ അറിയിക്കും, ഇന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെയാണ് ആവശ്യം. അപ്പോൾ പോർട്ടൽ എന്ത് ചെയ്യും? ആ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ വിവരങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ആ വിവരങ്ങളെല്ലാം കമ്പനിക്ക് കൊടുക്കും. അതിൽ നിന്ന് അർഹരായ 300 പേരെ അവർ തെരഞ്ഞെടുക്കും. ഇതാണ് ആശയം. ഇപ്പൊ അത് കേവല ആശയമല്ല, പ്രയോഗത്തിലായി. പോർട്ടല് രജിസ്റ്റർ ചെയ്തു, അതിന്റെ കൂടെ ആളുകളും രജിസ്ട്രേഷൻ ആരംഭിച്ചു. തൊഴിൽ കൊടുക്കാൻ കുറച്ച് വൈകുമെന്നാണ് കരുതിയിരുന്നത്, പക്ഷേ അതും യാഥാർത്ഥ്യമായി. ലോകപ്രശസ്ത കമ്പനികളിൽ ഒന്നാണ് ഏണസ്റ്റ് & യങ്. അവര് പോർട്ടലിനെ സമീപിച്ചു. അവർക്ക് വേണ്ടത് അതീവ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെയാണ്. അവർക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പോർട്ടലിന് അവർ കൊടുത്തു. പോർട്ടലിൽ കയ്യിലുള്ള വിവരങ്ങൾ ഏണസ്റ്റ് & യങ്ങിന് കൊടുത്തു. നോക്കുമ്പോൾ അവർക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഇവിടെയുണ്ട്. അവർക്ക് വേണ്ട മുഴുവൻ ആളുകളെയും ഇതിന്റെ ഭാഗമായി ഏണസ്റ്റ് & യങ് എടുത്തു. അത് തുടങ്ങിക്കഴിഞ്ഞു. സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇത് ശരിയായ രീതിയിൽ യാഥാർത്ഥ്യമായാൽ
20 ലക്ഷം ആളുകൾക്ക് ഇങ്ങനെ കേരളത്തിൽ തൊഴിൽ നൽകാൻ കഴിയുമെന്നാണ്. വീട്ടിൽ നിന്ന് തൊഴിലെടുക്കാനുള്ള അവസരം അതാണ് ലഭിക്കാൻ പോകുന്നത്. ഇതെല്ലാം ചേർത്താണ് 40 ലക്ഷം പേർക്ക് തൊഴിൽ എന്ന് LDF പറഞ്ഞത്. ഇങ്ങനെയൊരു മാറ്റം കേരളത്തിൽ വരുന്നതോടെ തൊഴിൽ തേടി അലയേണ്ട അവസ്ഥ ഇവിടെ ഉണ്ടാകില്ല. ആ ഒരു മാറ്റമാണ് LDF ഉദ്ദേശിക്കുന്നത്. കേരളം വളരുന്നു, പുതിയ തലത്തിലേക്ക് മാറുന്നു. തൊഴിൽ തേടി അലയുന്ന ആരുമില്ലാത്ത ഒരു കേരളമാക്കി നമ്മുടെ കേരളത്തെ മാറ്റാൻ LDF ശ്രമിക്കുന്നു. ഇവിടെ നമുക്കറിയാം, കേരളം ഒരുപാട് പേര് പാവപ്പെട്ട ഒരു നാടാണ്. അതിനാണ് ലൈഫ് മിഷൻ നാം തുടങ്ങിയത്. പാവപ്പെട്ടവർക്ക് വീട് 2.5 ലക്ഷത്തിലധികം വീട് ഇപ്പോൾ പൂർണ്ണമായി. അത്രയും കുടുംബം താമസിക്കുന്നു. 1.5 ലക്ഷം വീടുകൾ അതിന്റെ ഭാഗമായി തന്നെ ഈ വർഷം പണി പൂർത്തിയാകാനിരിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് അർഹതയുണ്ടായിരുന്നു, കിട്ടിയില്ല എന്നൊക്കെ പരാതി വന്നപ്പോൾ അപേക്ഷിക്കാൻ അവസരം നൽകി. അവരുടെ അപേക്ഷ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അർഹരായവർക്ക് വീട് നൽകും എന്ന് നേരത്തെ LDF സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോ LDF പറഞ്ഞിരിക്കുന്നത് അടുത്ത 5 വർഷം 5 ലക്ഷം വീടുകൾ കേരളത്തിൽ നൽകുമെന്നാണ്. ഇതൊക്കെ LDF-നല്ലാതെ മറ്റാർക്ക് പറയാൻ കഴിയും? UDF-ന് പറ്റുമോ? UDF പറഞ്ഞല്ലോ, ഞങ്ങൾ അധികാരത്തിലേറിയാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും. അതല്ലേ UDF-ന്റെ സമീപനം. അവരുടെ പാവങ്ങളോടുള്ള സമീപനം നമുക്കറിയാമല്ലോ. അതിന്റെ ഭാഗമായാണല്ലോ 600 രൂപ 18 മാസം കൊടുക്കാതിരുന്നത്. പാവങ്ങളെ കുടിമുട്ടിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ പാവമാണ്. അതല്ലേ ചെയ്ത് കളഞ്ഞത്. ആ കഞ്ഞികുടി നടക്കട്ടെ എന്ന് വെച്ചത് ആരാ? 18 മാസത്തെ കുടിശ്ശിക ഒന്നിച്ച് LDF സർക്കാർ ഒറ്റ തവണയായി കൊടുത്തു തീർത്തു. അന്ന് 600, പിന്നെ വർദ്ധിച്ചു, ഇപ്പോ 1600. LDF പറയുന്നു ഈ 1600 നിന്ന് 2500 ഉയർത്തുമെന്ന്. അതാണ് LDF. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും കൂട്ടരും ഇപ്പോ എന്താ പറഞ്ഞു നടക്കുന്നത്? ഇവർ 2 മാസത്തെ പെൻഷൻ ഒന്നിച്ചു കൊടുത്തു കളയുന്നു എന്ന് പറഞ്ഞ് പരാതിയാണ്. 2 മാസത്തെ പെൻഷൻ ഒന്നിച്ചു കൊടുത്തു കളയുന്നു പരാതി പറയുമ്പോ അതിന്റെ കൂടി ഒരു നുണയും കാച്ചി. ഏപ്രിൽ മെയ് മാസത്താണ് കൊടുക്കുന്നത്. അങ്ങനെ സാധാരണ കൊടുക്കില്ല. കാരണം മെയ് മാസത്തെ പെൻഷൻ ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ? ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പെൻഷൻ. ആരൊക്കെയാ ജീവിച്ചിരിക്കാൻ ഉറപ്പിച്ച് കാണാൻ പറ്റുക? അറിഞ്ഞു പറ്റുമോ? സാധാരണ ഗവൺമെന്റുകൾ ചെയ്യില്ല. എല്ലാവർക്കും അതറിയാം. അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ. ഇവിടെ ചെയ്തത് എന്താ? മാർച്ച് വരെ 1600 ഉണ്ട്, അല്ല 1500 ഉണ്ട്. ഏപ്രിലില് 1600. അപ്പോ മാർച്ചിലെ 1500, ഏപ്രിലിലെ 1600 ഒന്നിച്ച് ചേർത്ത് 3700 രൂപ ഏപ്രിൽ ആദ്യം കൊടുക്കുന്നു. ഇതാണ് തീരുമാനിച്ചത്. ഇത് ഇലക്ഷന്റെ ഭാഗമായി തീരുമാനിച്ചതല്ല. വിഷു വരുന്നത് ഏപ്രിൽ 4-ന് ഈസ്റ്റർ, ഏപ്രിൽ 14-ന് റംസാൻ മാസം തുടങ്ങുന്നു. എല്ലാം കൊണ്ടും ആളുകൾ സന്തോഷിക്കേണ്ട അവസരം. ആ സന്തോഷത്തിനുള്ള അവസരമൊരുക്കുക. ആളുകളെ വിഷമിപ്പിക്കാനല്ല സർക്കാർ. ആളുകൾക്ക് ഏതെല്ലാം രീതിയിൽ സന്തോഷിക്കാൻ കഴിയും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പോഴല്ല ആലോചിക്കുക, നേരത്തെ ആലോചിക്കും. നേരത്തെ ആലോചിച്ച് അതിൽ തീരുമാനങ്ങൾ എടുക്കും. അത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടോ നോക്കിയിട്ടല്ല.
തെരഞ്ഞെടുപ്പ് അതിനൊരു ഘടകമല്ല. 2021 തെരഞ്ഞെടുപ്പ് വരുന്നെന്ന് കണ്ടിട്ടാണോ 600 വർദ്ധിച്ച് 1600 എത്തിയത്? പാവങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് അതിന് കാരണം. ആ ഭാഗം ഞാനിപ്പോ കൂടുതലായിട്ട് പറയുന്നില്ല. ഇവിടെ കടലിൽ ജീവൻ പൊലിഞ്ഞു പോകുന്ന ധാരാളം ആളുകൾ ഉണ്ടാകാറുണ്ട്. ഓഖി ദുരന്തം വന്നപ്പോ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത്. ഒരു നാമമാത്രമായ സഹായ സാധാരണ കൊടുക്കുക. LDF സർക്കാർ അത്തരമൊരു സഹായത്തിന് എന്താണ് അർത്ഥം എന്നാലോചിച്ചു. ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിലല്ല, രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി അത്തരമൊരു കുടുംബത്തിന് 20 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചു. അതിനനുസൃതമായി എല്ലാം മാറി. കേന്ദ്ര സർക്കാർ വളരെ തുച്ഛമായ തുകയാണ്. ഇത് കണ്ടപ്പോഴാണ് മറ്റ് സംസ്ഥാനങ്ങളടക്കം കേരളത്തിന്റെ മാതൃക സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം ഉയർത്തിയത്. ഓർമ്മയില്ലേ? പാവങ്ങളുള്ള പ്രതിബദ്ധതയാണ് അതിനൊക്കെ കാരണം. 21 തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടോ നോക്കിയിട്ടല്ല, ആ പ്രതിബദ്ധത വേണം. അതാണ് ഈ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും UDF-നും ഇല്ലാത്തത്. എന്താ ഇപ്പോൾ ചെയ്തത്? വലിയ സന്തോഷത്തിൽ ഇത് മുട്ടിക്കാൻ കഴിഞ്ഞു. ഒന്നും മുട്ടാൻ പോകുന്നില്ല. LDF സർക്കാർ എപ്പോഴും പാവങ്ങളെ ചേർത്ത് പിടിച്ചു നിൽക്കും, അതിലൊരു സംശയവും വേണ്ട. അത് തടയാൻ നിങ്ങൾക്കാവില്ല. ഇപ്പൊ നോക്കണം, നമ്മുടെ വിദ്യാർത്ഥികള് അവർ ഉച്ചഭക്ഷണം സാധാരണ സ്കൂളിൽ നിന്ന് കഴിക്കലാണ്. സ്കൂൾ ഉണ്ടായില്ലല്ലോ. അപ്പൊ അവർക്കുള്ള അരി വീട്ടിലെത്തിച്ചു കൊടുക്കാറുണ്ട്. സാധാരണ വീട്ടിലെത്തിച്ചു കൊടുക്കാറുണ്ട്. നേരത്തെ കൊടുത്തു ഒരു തവണ. പിന്നെ കൂപ്പണായാലും ഒന്ന് ആലോചിച്ചു. പക്ഷെ കൂപ്പണായാൽ ചില പ്രശ്നങ്ങളുണ്ട്. വേണ്ട, നേരിട്ട് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. നേരിട്ട് കൊടുക്കാൻ നടപടിയുണ്ട്. അത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നാണ് ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. നമ്മുടെ APL BPL വ്യത്യാസം. APL-നകത്തുള്ള ചില ആളുകള് ഞങ്ങൾ BPL പെട്ടവരാണെന്ന് പലപ്പോഴും പരാതിപ്പെടാറുണ്ട്. പക്ഷെ പരിഹരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം BPL-ന്റെ എണ്ണം എത്രയാണെന്ന് നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട്. ആ എണ്ണത്തിൽ വർദ്ധിക്കാൻ പറ്റൂല. അതാണ് അതിന്റെ പ്രശ്നം. ഇത്തരമൊരു ഘട്ടം വന്നപ്പോ ആളുകൾ സന്തോഷിക്കേണ്ട ഘട്ടം. അവർക്ക് അരിയാഹാരം കഴിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും കൂടുതലും. അവര് അരി വേണമല്ലോ. APL-കാർക്ക് കിട്ടുന്നത് തുച്ഛമായ അരിയാണ്. അതുകൊണ്ടൊന്നും തികയില്ല. അപ്പോ ഒരു ന്യായമായ വിലക്ക് അരി കൊടുക്കാൻ തീരുമാനിച്ചു. അതിലെന്താ തെറ്റ്? നാടിന്റെ ആകെ സന്തോഷത്തിൽ അവരും പങ്കാളികളാവണ്ടേ? അവരെന്താ വലിയ സമ്പന്നരാണോ? നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഇടത്തരക്കാര്, ചിലർ നേരത്തെ പറഞ്ഞ BPL ഗണത്തിൽപ്പെട്ടവർ APL-ആണ് സാങ്കേതികമായി. എന്ത് തെറ്റാണ് ഇതിലുള്ളത്? ഇവിടെ ഈ തരത്തിലുള്ള ആളുകൾക്ക് സർക്കാർ സഹായം ചെയ്തതിനെ കുറ്റം പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, അതിനെതിരെ പരാതിപ്പെട്ട പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം എല്ലാവർക്കുമാണ്. കിറ്റ് തുടക്കം മുതൽ സ്വീകരിച്ചതാണ്. കോവിഡാണ് അതിനിടയാക്കിയത്. കോവിഡ് ഒഴിഞ്ഞു പോയില്ല. അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും തുറന്നത്. നമ്മുടെ നാട് അത് പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുന്നു. ഇതിനെല്ലാം എല്ലാവരും ഇല്ലേ, നാട്ടിൽ ജീവിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാർ, എല്ലാ ജാതി മതസ്ഥർ, ഇതൊന്നുമില്ലാത്തവരുണ്ടെങ്കിൽ അവര് എല്ലാം ഇതിലുണ്ടല്ലോ. ഒരു ഭേദചിന്തയില്ലല്ലോ. യഥാർത്ഥത്തില്
ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളോട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട കുടുംബങ്ങൾ യോജിക്കും? ഈ പറഞ്ഞവരൊക്കെ അതാലോചിച്ച് നോക്കിയാൽ മതി. പക്ഷെ എന്തിനേയും എതിർക്കുക എന്നുള്ളതാണ് സമീപനം. ഒരു കാര്യം മാത്രമേ കാണേണ്ടുള്ളൂ. നിങ്ങൾ എതിർക്കുന്നത് LDF-നെയോ LDF സർക്കാരിനെയോ അല്ല, ഈ നാടിനെയും ജനങ്ങളെയുമാണ്. അതോർത്തോ. ഉറപ്പാണ് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത്. ഇവിടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നാം നാടിന്റെ വികസന കാര്യങ്ങളിൽ, ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നാം നേരിടേണ്ടി വന്ന ഒരുപാട് ദുരന്തങ്ങളിൽ എല്ലാം നാടും നാട്ടുകാരും ഐക്യത്തോടെയും ഒരുമയോടെയും പ്രവർത്തിച്ച് നല്ല വിജയം നേടാനായിട്ടുണ്ട്. അതിന്റെ നേരവകാശികള് യഥാർത്ഥത്തിൽ ബഹുജനങ്ങളാണ്. നമ്മുടെ നാടും നാട്ടുകാരും ഒന്നിച്ചെന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു വിജയം നേടാൻ നമുക്കായത്. ഇതിവിടെ നിന്നാൽ മതിയോ? അതാണ് ചോദ്യം. പോരാ, ഇനിയും നമുക്ക് ഉയരണം. കേരളത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തണം. നമ്മുടെ ആധുനിക കാലത്തെ വികസിത രാഷ്ട്രങ്ങളുണ്ട്. ആ വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന ഒരു നവകേരളം നമുക്ക് സൃഷ്ടിച്ചെടുക്കാനാവണം. അതിനെ ഇതേവരെ നിങ്ങൾ നൽകിയ സഹകരണവും പിന്തുണയും തുടർന്നും നൽകണമേ എന്നാണ് നാട്ടുകാരോടും നാടിനോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന്റെ ഭാഗമായി ഇവിടെ ഇതേവരെയുള്ള നേട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരുപാട് പേര് കോഴിക്കോട് നിന്ന് നിയമസഭാംഗങ്ങളായി ഉണ്ടായിരുന്നു. ഇപ്പൊ കോഴിക്കോട് നോർത്തിൽ നിന്ന് നമ്മുടെ നിയമസഭാംഗമായി പ്രവർത്തിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ തോതിലുള്ള പിന്തുണയാണ് എല്ലാ ഘട്ടത്തിലും. കോഴിക്കോട് നോർത്ത്, എലത്തൂർ, ബേപ്പൂർ, കുന്ദമംഗലം ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിരുന്നത്. എല്ലാ ജനപ്രതിനിധികളും ഈ നേട്ടങ്ങളുടെ ഒപ്പം നിന്ന് വലിയ തോതിൽ ആ നേട്ടങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന്, നേടിയെടുക്കുന്നതിന് പ്രയത്നിച്ചവരാണ്. ഇതിനുള്ള തുടർച്ച ഫലപ്രദമായി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിന് ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്തിൽ നിന്ന് സഖാവ് തോട്ടത്തിൽ രവീന്ദ്രൻ, കോഴിക്കോട് സൗത്തിൽ നിന്ന് അഹമ്മദ് ദേവർകോവിൽ, എലത്തൂരിൽ നിന്ന് AK ശശീന്ദ്രൻ, ബേപ്പൂരിൽ നിന്ന് അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, കുന്ദമംഗലത്ത് നിന്ന് അഡ്വക്കേറ്റ് PTA റഹീം, ഇത്രയും ആളുകളെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് അസംബ്ലിയിലേക്ക് അയക്കുകയാണ്. അവര് നവകേരള സൃഷ്ടിക്ക് ഞങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ചിഹ്നങ്ങൾ നിങ്ങൾക്കറിയാം. കോഴിക്കോട് നോർത്തിലും ബേപ്പൂരിലും മത്സരിക്കുന്ന തോട്ടത്തിൽ രവീന്ദ്രനും അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളമാണ്. കോഴിക്കോട് സൗത്ത് മത്സരിക്കുന്ന അഹമ്മദ് ദേവർകോവിലും
കുന്ദമംഗലത്ത് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് PTA റഹീമും ഗ്ലാസാണ് അടയാളം. എലത്തൂരിൽ മത്സരിക്കുന്ന ശ്രീ AK ശശീന്ദ്രൻ ക്ലോക്ക് അടയാളമാണ്. അപ്പൊ ഈ അടയാളങ്ങളിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടെ ഇവരെ എല്ലാവരെയും നിയമസഭയിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യം. കരിക്കമ്പുഴം ലോക്കലിലെ അംബേദ്കർ കോളനിയിലെ ഒരു +2 വിദ്യാർത്ഥിനി ഐശ്വര്യ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം പെൻസിൽ കൊണ്ട് വരച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥിനി ഈ വേദിയിൽ വെച്ച് ആ ചിത്രം നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വനിതാ സഖാവിന്റെ പണവും ATM കാർഡും മൊബൈലൊക്കെ അടങ്ങുന്ന ഒരു ബാഗ് ഇവിടെ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടുകിട്ടുന്നവർ ഈ വേദിയിൽ അത് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഒരല്പസമയം കൂടെ നമ്മുടെ ഈ സമ്മേളനം ഇവിടെ നീണ്ടു നിൽക്കും. നമ്മുടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന 5 സ്ഥാനാർത്ഥികളും ഒരു ചെറിയ സമയം നമ്മുടെ അഭിസംബോധനയിൽ സംസാരിക്കും. ആദ്യമായി നമ്മുടെ ഇന്നത്തെ മന്ത്രിസഭയിൽ മന്ത്രി കൂടിയായിട്ടുള്ള എലത്തൂരിൽ നിന്ന് മത്സരിക്കുന്ന ബഹുമാനിയായ ശ്രീ AK ശശീന്ദ്രൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതകളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനകം തന്നെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.